പണ്ട് പണ്ട് മഹാഭാരത കാലഘട്ടത്തിൽ ഹസ്തിനപുരത്തിനടുത്തുള്ള വനത്തിൽ ഏകലവ്യൻ എന്നു പേരായ ഒരു ബാലൻ ജീവിച്ചിരുന്നു. കാട്ടിലെ വേട്ടക്കാരുടെ നിഷാദ രാജാവായ ഹിരണ്യധനുവിന്റെ മകനായിരുന്നു അവൻ. അവന് അമ്പെയ്ത്ത് വിദ്യയിൽ, ധനുർവിദ്യ അതിയായ താല്പര്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാകണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. അക്കാലത്ത് കുരുവംശത്തിലെ രാജകുമാരന്മാരായ പാണ്ഡവരെയും കൗരവരെയും ആയുധവിദ്യ പഠിപ്പിച്ചിരുന്നത് സാക്ഷാൽ ദ്രോണാചാര്യരായിരുന്നു. ദ്രോണാചാര്യരെ തന്റെ ഗുരുവായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച് ഏകലവ്യൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. എന്നാൽ താൻ രാജകുമാരന്മാരെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദ്രോണർ ഏകലവ്യനെ മടക്കി അയച്ചു. ഏകലവ്യൻ അതുകൊണ്ട് നിരാശനായില്ല. അവൻ നേരെ കാട്ടിലേക്ക് മടങ്ങി. അവിടെ ദ്രോണാചാര്യരുടെ രൂപത്തിൽ മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി. ആ പ്രതിമയെ ഗുരുവായി സങ്കൽപ്പിച്ച് അവൻ ദിവസവും അമ്പെയ്ത്ത് പരിശീലിച്ചു. അവന്റെ കഠിനമായ പ്രയത്നവും ഭക്തിയും കാരണം അവൻ അർജുനനേക്കാളും വലിയ വില്ലാളിയായി മാറി.